കരയാതെടോ. ഇന്ന് നീ എന്ത് കാര്യമോർത്ത് വിഷമിച്ചിട്ടുണ്ടോ, ഒരിക്കൽ പടച്ചവൻ നിന്നെ അതേ കാര്യം കൊണ്ട് തന്നെ സന്തോഷിപ്പിക്കും. തീർച്ച. പരിഗണിക്കുന്നവരെ നാം പരിഗണിക്കണം, അവഗണിക്കുന്നവരെയോ നാം അവഗണിക്കുക തന്നെ വേണം. മഴച്ചോർച്ചയിലെ വെയിൽ നാളം പോലെ വന്നു മറയുന്ന സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചാരത്തിനിറങ്ങുന്ന മനസ്സ് പലപ്പോഴും തിരികെ വരാറില്ലത്രേ. നുണ പറയാനുള്ള വിദ്യ അറിയുന്ന ഒരാൾക്ക് ജീവിതത്തിലുടനീളം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയും. പക്ഷേ സ്വയം സന്തോഷിക്കാൻ അവർക്കൊരിക്കലും കഴിയില്ല. സത്യമല്ലേ? വിശപ്പടങ്ങിയാൽ എത്ര രുചികരമായ ഭക്ഷണവും മടുക്കും. ആവശ്യം കഴിഞ്ഞാൽ എത്ര നല്ല ബന്ധവും മറക്കും. അങ്ങനെ തന്നെയാണ് മനുഷ്യനെല്ലാം. ഒരുപാട് പ്രശ്നങ്ങളും മനസ്സിൽ താങ്ങാൻ പറ്റാത്ത സങ്കടങ്ങളും ഉണ്ടായിട്ടും ഒന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയിലും ചിരിച്ചുകൊണ്ട് നമ്മളിൽ പലരും പറയുന്ന ഒരു വാക്കുണ്ട്, ഒന്നുമില്ലെന്നേ. തിരക്കൊഴിയുമ്പോൾ തിരിച്ചിരിക്കാം എന്ന് കരുതിയാൽ തിരിഞ്ഞു നോക്കുന്ന നേരത്ത് ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ജീവിതം ചെറുതാണ്. കൂടെയുള്ളവരെ പുറകിൽ നിന്ന് കൊത്തുക, എന്നിട്ടോ മറ്റുള്ളവർക്ക് മുന്നിൽ നല്ലവനാകുക. ഇതാണ് ചിലരുടെ സത്യസന്ധത. മിണ്ടാതിരിക്കുന്നതിനർത്ഥം ഭയപ്പെടുന്നു എന്നല്ല കേട്ടോ. ചില യുദ്ധങ്ങൾ വാക്കുകളിലധികം ജയിക്കുന്നില്ലേ, അത്ര തന്നെ. നല്ല പെരുമാറ്റത്തിന് യാതൊരു പണമൂല്യവും ഉണ്ടാവില്ല, പക്ഷെ അതിന് ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ വാങ്ങാനുള്ള ശക്തിയുണ്ട്. അങ്ങനെയല്ലേ? നീ കാരണം ഒരു നിരപരാധിയും വേദനിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. സ്വന്തം കാര്യങ്ങൾ ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി തീർന്നത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നത് എന്തും അത് ചെറുതാണെങ്കിലും ചെയ്യുക. ആരെങ്കിലും സ്റ്റാറ്റസ് ഇടുന്നത് കണ്ട് അവർ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.